ചെറുവാരണം ശ്രീനാരായണപുരം പുത്തനമ്പലം ക്ഷേത്രത്തിൽ മെയ് 10-11 തീയതിയിൽ നടക്കുന്ന നവചണ്ഡിക ഹോമത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രിയ ഭക്തജനങ്ങളെ, ചെറുവാരണം ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ ഇതാദ്യമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് നവചണ്ഡിക ഹോമം. ഒരു പ്രായശ്ചിത്ത വഴിപാടായിട്ടാണ് ഈ ചണ്ഡിക ഹോമം നടത്തപ്പെടുന്നത്. മെയ് മാസം 10-11 തീയതികളിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പുരോഹിതരാണ് ഈ ഹോമം നടത്തുന്നതിന് ഇവിടെ വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ തന്ത്രിമുഖ്യൻ രാകേഷ് തന്ത്രികളും കൂടി ഉണ്ടായിരിക്കും. നമ്മളിവിടെ ഒരു 4000 പേർക്കോളം ഇരുന്ന് ഈ ഹോമത്തിൽ പങ്കെടുക്കുവാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി 4000 പേരോളം ഇരുന്ന് ഇരിക്കാനുള്ളൊരു സൗകര്യമാണ് നമ്മൾ ഈ പന്തലിവിടെ അടക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം വഴിപാട് എഴുതിയിട്ടുള്ള ഭക്തജനങ്ങൾക്കെല്ലാം വളരെ സൗകര്യപ്രദമായ രീതിയിൽ വഴിപാടുകൾ നടത്തുന്നതിനും ഹോമത്തിൽ പങ്കെടുക്കുന്നതിനുമുള്ള വിപുലമായ സജ്ജീകരണങ്ങൾ ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട്. മെയ് മാസം 10-ാം തീയതി രാവിലെ 9:30 നമ്മുടെ എസ്.എൻ. ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം ശ്രീമതി പ്രീതി നടേശൻ അവർ ഭദ്രദീപ പ്രകാശനം നടത്തുന്നതോടൊപ്പം ചടങ്ങുകൾ ആരംഭിക്കുന്നു. ചേർത്തല ചെറുവാരണം ശ്രീനാരായണപുരം പുത്തനമ്പലം ക്ഷേത്രത്തിൽ മെയ് 10-11 തീയതികളിൽ നവഗ്രഹ പൂജ സഹിതം നവചണ്ഡിക ഹോമം നടത്തും. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര പുരോഹിതൻ ഡോക്ടർ മൂർത്തി കാളിദാസ് ഭട്ടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രതന്ത്രി പറവൂർ രാകേഷ് തന്ത്രിയുടെ നേതൃത്വത്തിലും മൂകാംബിക ക്ഷേത്രത്തിലെ 10 പുരോഹിതരാണ് ഹോമം നടത്തുന്നത്. 4000 പേർക്ക് ഇരുന്ന് ഹോമം ദർശിക്കാൻ കഴിയുന്ന പന്തലും സജ്ജമായി. പ്രതിഷ്ഠാദിനമായ 10-ന് രാവിലെ 8 മണിക്ക് കലശാഭിഷേകം, 9-ന് എസ്.എൻ. ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ യജ്ഞമണ്ഡപത്തിൽ ദീപം തെളിയിക്കും. മെയ് 11-ന് രാവിലെ 8 മണി മുതൽ ചണ്ഡിക ഹോമം നടക്കും. നമുക്ക് ഇവിടെ എത്തുന്നതിന് വേണ്ടിയുള്ള ഗതാഗത സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. വാഹന പാർക്കിങ്ങിന് വേണ്ടി മൈതാനത്തിൻ്റെ കിഴക്ക് വശം നമ്മൾ സജ്ജീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹോമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, ഹോമത്തിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും പ്രസാദം നൽകുന്നതിനുള്ള പ്രസാദ വിതരണം ഉള്ള സജ്ജീകരണങ്ങൾ പൂർത്തീകരിച്ചു വരുന്നു. നമുക്ക് സമ്പൂർണ്ണ ഹോമത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അവർക്കൊരു സായുജ്യ പൂജ, ഈ ഹോമത്തിൻ്റെ ഭാഗമായിട്ടൊരു സായുജ്യ പൂജയുണ്ട്. അതിൽ പങ്കെടുക്കുന്നത് അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഈ ഹോമത്തിന് നൽകുന്ന വഴിപാട് പ്രസാദങ്ങൾ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. സമ്പൂർണ്ണ ഹോമത്തിൽ പങ്കെടുക്കുന്നവർക്ക് ദേവിയുടെ പ്രീതിക്ക് ഇണങ്ങുന്ന തരത്തിൽ ബ്ലൗസ് പീസുണ്ട്, വളയുണ്ട്, അതുപോലെ തന്നെ കടും പായസം തുടങ്ങിയിട്ടുള്ള പ്രസാദങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ഇതിനൊക്കെയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയും ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഈ 2 ദിവസങ്ങളിലും പ്രത്യേക കൗണ്ടറുകളിൽ വന്ന് രസീത് എഴുതി ഈ ഹോമത്തിൽ പങ്കെടുക്കാവുന്നതാണ്. 23 ശാഖകൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീനാരായണപുരം ക്ഷേത്രം. അപ്പോൾ ഈ 23 ശാഖകളിലെ അംഗങ്ങളെയും നമ്മൾ നോട്ടീസ് മുഖാന്തരം ഈ വിവരങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വരും. അവർക്ക് ഇരിക്കാവുന്ന രീതിയിൽ 4000-ഓളം അംഗങ്ങൾക്ക് ഇരിക്കാവുന്ന രീതിയിൽ വിശാലമായൊരു പന്തലും 12000-ലധികം പേർക്ക് ഭക്ഷണവും തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹോമത്തിൽ വിവിധ വഴിപാടുകൾ നടത്താവുന്നതാണ്. ദ്രവ്യ സമർപ്പണം, സകുടുംബ ഹോമ സമർപ്പണം, വ്യക്തികൾക്ക് ഒരാൾക്ക് നടത്താവുന്ന ഹോമം, പിന്നെ അതുകൂടാതെ കുങ്കുമാർച്ചന, കുമാരി പൂജ, അതുപോലുള്ള മറ്റ് അർച്ചനകളും ഈ ദിവസം നടത്താവുന്നതാണ്. പ്രീതി നടേശൻ അവർ ഇത് ഉദ്ഘാടനം ഭദ്രദീപ പ്രകാശനം നടത്തുന്നതിനോടൊപ്പം ഇവിടെ മെഡിക്കൽ ക്യാമ്പ് സജ്ജമാക്കിയിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ആൾക്കാർക്ക് എത്തിച്ചേരുവാനും സുഖമായി സഞ്ചരിക്കുവാനുമുള്ള വാഹന സൗകര്യങ്ങളെല്ലാം ദേവസ്വം ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. അതിനേക്കാൾ ഉപരി ഈ മഹായാഗത്തിൽ എല്ലാവരും പങ്കെടുക്കണം. വളരെ വലിയൊരു പോസിറ്റീവ് എനർജിയാണ് നടക്കുന്നത്. ഈ 10ഓളം പുരോഹിതന്മാർ ഏകദേശം 8 മണിക്കൂറോളം തുടർച്ചയായി ജപിക്കുന്ന മന്ത്രോദ്ധാരണത്തിൻ്റെ പോസിറ്റീവ് എനർജികളെല്ലാം ഈ യാഗമണ്ഡപത്തിൽ മുഴുവൻ ഉണ്ടാകും. ഇതിൽ വിശ്വാസമുള്ളവരെല്ലാം പങ്കെടുക്കുകയാണെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഈ യാഗത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്നുള്ളത് തന്നെയാണ് വാസ്തവം.